ഹായ്, BA ഓണേഴ്സ് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചേഴ്സ് 2ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള AEC3 അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചേഴ്സ് എന്ന ഈ പുസ്തകത്തിലെ ലെസൺ നമ്പർ 4 വെൻ ലവ് അറൈവ്സ് ബൈ സാറ ഖെയ് ആൻഡ് ഫിൽ ഖെയ്. ഈ ലെസന്റെ ഒരു ചെറിയ സമ്മറിയാണ് ഈ വീഡിയോയിൽ. സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇൻട്രോ ഇതാ നോക്കൂ. സാറ ഖെയ് and Phil Kay are talented spoken word poets who are friends and collaborators. സാറ ഖെയും ഫിൽ ഖെയും നല്ല സുഹൃത്തുക്കളും സഹകാരികളുമായ നല്ല അനുഗ്രഹീതരായ സ്പോക്കൺ വേർഡ് പോയറ്റ്സ് ആണ്. They are known as spoken word poetry's dynamic duo. സ്പോക്കൺ വേർഡ് കവിതയുടെ ഡൈനമിക് ഡ്യുവോ, അതായത് ഊർജ്ജസ്വലരായ രണ്ടുപേർ എന്നാണ് നമ്മുടെ സാറ ഖെയും ഫിൽ ഖെയും അറിയപ്പെടുന്നത്. They perform poetry that connects deeply with the audiences. പ്രേക്ഷകരുമായി വളരെ അഗാധമായ ബന്ധം പുലർത്തുന്ന കവിതകളാണ് അവർ രണ്ടുപേരും ചേർന്ന് അവതരിപ്പിക്കുന്നത്. Their poem When Love Arrives is about the surprises and lessons of love. വെൻ ലവ് അറൈവ്സ് എന്ന അവരുടെ ഈ കവിത പ്രണയത്തിന്റെ വിസ്മയങ്ങളെയും പാഠങ്ങളെയും കുറിച്ചാണ്. ഇറ്റ് മിക്സസ് ഹ്യൂമർ, ഓണസ്റ്റി ആൻഡ് റിഫ്ലക്ഷൻ. ഈ കവിതയിൽ നല്ല സുന്ദരമായി കലർന്നിരിക്കുന്നത് നർമ്മം, സത്യസന്ധത, ചിന്തകൾ എന്നിവയാണ്. ദ പോം ഷെയർസ് പേഴ്സണൽ സ്റ്റോറീസ് ആൻഡ് എക്സ്പ്ലോർസ് ഹൗ ലവ് ചേഞ്ചസ് ഓവർ ടൈം. ഈ കവിത സ്വന്തം കഥകൾ ശ്രോതാക്കളുമായി പങ്കിടുകയും കാലാന്തരത്തിൽ പ്രണയം എങ്ങനെ മാറി മറിഞ്ഞ് രൂപാന്തരം പ്രാപിക്കുന്നുവെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദ പെർഫോമൻസ് ഈസ് പാർട്ട് ഓഫ് ബട്ടൺ പോയിട്രി വിച്ച് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ സ്പോക്കൺ വേർഡ് ആർട്ട്. സ്പോക്കൺ വേർഡ് ആർട്ടിന്റെ ഒരു വേദിയായ അമേരിക്കയിലെ പെർഫോമൻസ് പോയിട്രിയുടെ ഒരു പ്രശസ്ത പബ്ലിഷറും പോയിട്രി കമ്പനിയുമായ ബട്ടൺ പോയിട്രിയുടെ ഒരു ഭാഗമാണ് ഈ സ്പോക്കൺ വേർഡ് പോം. ബട്ടൺ പോയിട്രി ഷോക്കേസസ് ഡൈവേഴ്സ് വോയിസസ് ആൻഡ് പവർഫുൾ പെർഫോമൻസസ്. ഇപ്പറഞ്ഞ ഈ ബട്ടൺ പോയിട്രി വൈവിധ്യമാർന്ന ശബ്ദങ്ങളും ശക്തമായ പ്രകടനങ്ങളും കാണികൾക്ക് കാഴ്ചവെക്കുന്നു. ഇറ്റ് എയിംസ് ടു മേക്ക് പോയിട്രി മോർ ആക്സസിബിൾ ആൻഡ് എൻഗേജിങ്. ആളുകളിലേക്ക് കവിതയെ കൂടുതൽ അടുപ്പിക്കാനും കവിത കൂടുതൽ ആകർഷകമാക്കാനും ഇത് ലക്ഷ്യമിടുന്നു. വെൻ ലവ് അറൈവ്സ് ഈസ് എ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഓഫ് ദെയർ വർക്ക് കമ്പൈനിങ് മീനിങ്ഫുൾ വേർഡ്സ് വിത്ത് കാപ്റ്റിവേറ്റിംഗ് ഡെലിവറി. അർത്ഥവത്തായ വാക്കുകളും ആകർഷകമായ അവതരണവും സംയോജിപ്പിച്ചുള്ള നമ്മുടെ യുവ കവികളുടെ പ്രവർത്തനത്തിന്റെ അതിമനോഹരമായ ഒരു ഉദാഹരണമാണ് വെൻ ലവ് അറൈവ്സ്. Spoken word poetry is a performance art where poets share ideas and emotions with an audience. ഇനി എന്താണ് ഈ സ്പോക്കൺ വേർഡ് പോയിട്രി? അതായത് കവികൾ ആശയങ്ങളും വികാരങ്ങളും പ്രേക്ഷകരുമായി പങ്കിടുന്ന ഒരു അഭിനയ കലയാണ് സ്പോക്കൺ വേർഡ് പോയിട്രി. ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ ലൈവ് ഡെലിവറി യൂസിംഗ് വോയിസ് ആൻഡ് ബോഡി ലാംഗ്വേജ് ഫോർ എക്സ്പ്രഷൻ. ശബ്ദവും ശരീരഭാഷയും ഉപയോഗിച്ച് തത്സമയ ആവിഷ്കാരത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത്. ഇറ്റ് ഹാസ് നോ സെറ്റ് ഫോർമാറ്റ് അലൗവിംഗ് റൈം, റെപ്പറ്റീഷൻ, സ്ലാങ് ഓർ മ്യൂസിക്. ഇതിന് ഒരു നിശ്ചിത ഫോർമറ്റ് ഇല്ല. റൈം എന്ന് പറഞ്ഞാൽ പ്രാസം, ആവർത്തനം, സ്ലാങ് അതായത് പ്രാദേശിക ഭാഷാ പദപ്രയോഗങ്ങൾ, സംഗീതം എന്നിവ ഈ കലയിൽ ഉപയോഗിക്കുന്നു. ഓഫൺ പേഴ്സണൽ ആൻഡ് ഇമോഷണൽ, ഇറ്റ് കവേഴ്സ് ടോപ്പിക്സ് ലൈക്ക് ജസ്റ്റിസ്, റേസ് ആൻഡ് കമ്മ്യൂണിറ്റി. പലപ്പോഴും അത് നീതി, വംശം, സമൂഹം തുടങ്ങിയ വ്യക്തിപരവും വൈകാരികവുമായ വിഷയങ്ങളാണ് അവതരിപ്പിക്കാറുള്ളത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ബിൽഡ് പെർഫോമൻസ് സ്കിൽസ് ലൈക്ക് ടോൺ, ജസ്റ്റേഴ്സ് ആൻഡ് മെമ്മറൈസേഷൻ. ശബ്ദത്തിന്റെ ടോൺ, ആംഗ്യഭാഷ, മനഃപ്പാഠം പഠിച്ച് ഓർമ്മയിൽ നിന്ന് പറയൽ തുടങ്ങിയ കഴിവുകൾ ആർജിക്കാനും ഇത് സഹായിക്കുന്നു.
Well, this is a brief intro. Now, friends, take a look at a brief summary of the video lesson. ഇതാ നോക്കൂ. When Love Arrives by Sarah Kay and Phil Kay is a spoken word poem about the unpredictable nature of love. പ്രണയത്തിൻ്റെ ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കാത്ത പ്രത്യേക തരത്തിലുള്ള സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു സ്പോക്കൺ വേർഡ് പോം, അതായത് വാമൊഴി കവിത, അതാണ് നമ്മുടെ സാറ ഖേയുടെയും ഫിൽ ഖേയുടെയും When Love Arrives. The poem begins with the speaker's idealized vision of love in 7th grade. 7ാം ക്ലാസ്സിലെ പ്രണയത്തെക്കുറിച്ചുള്ള സ്പീക്കറുടെ ആദർശപരമായ കാഴ്ചപ്പാടോടെയാണ് ഈ കവിത ആരംഭിക്കുന്നത്. They imagined love as someone perfect who wore a hemp necklace and played guitar. ചണ ഉപയോഗിച്ചുള്ള മാല ധരിച്ച് ഗിറ്റാർ വായിക്കുന്ന എല്ലാം തികഞ്ഞ ഒരാളായി അവർ പ്രണയത്തെ സങ്കല്പിച്ചു. However, when love actually arrived, it was different. എന്നാൽ യഥാർത്ഥത്തിൽ പ്രണയം വന്നപ്പോൾ അത് വ്യത്യസ്തമായിരുന്നു. Love had a bowl cut, wore the same clothes every day and didn't like the bus. ചട്ടിത്തല പോലെ മുടിവെട്ടി എല്ലാ ദിവസവും ഒരേ ബോറൻ വസ്ത്രം ധരിച്ച് ബസ് യാത്ര ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയായി പ്രണയം പ്രത്യക്ഷപ്പെട്ടു. The poem describes how love changes over time. കാലത്തിനനുസരിച്ച് പ്രണയം എങ്ങനെ മാറുന്നു എന്ന് ഈ കവിത വിവരിക്കുന്നു. It can be awkward and challenging, like when their teeth got in the way of a kiss. അവരുടെ പല്ലുകൾ ഒരു ചുംബനത്തിന് തടസ്സമാകുന്നത് പോലെ ഈ പ്രണയം അസഹ്യവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. Love made the speaker lie to the parents and wait by the phone. ഈ പ്രണയം സ്പീക്കറെ തൻ്റെ മാതാപിതാക്കളുടെ മുൻപിൽ കള്ളം പറയിപ്പിക്കുകയും ഫോണിൻ്റെ മുൻപിൽ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. Love grew and stretched, but also disappeared like baby teeth falling out. ഈ പ്രണയം വളർന്നു വലുതായി, പക്ഷേ കുഞ്ഞു പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. Years later, when love reappeared, it was different again. വർഷങ്ങൾക്ക് ശേഷം പ്രണയം വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് വീണ്ടും മാറി, വ്യത്യസ്തമായി. Love had new smells, darker eyes and broader backs. പ്രണയത്തിന് പുതിയ ഗന്ധങ്ങളും ഇരുണ്ട കണ്ണുകളും വിശാലമായ പുറം, അതായത് മുതുകും ഉണ്ടായിരുന്നു. Love came with new habits, like leaving the toothpaste cap off. ടൂത്ത്പേസ്റ്റിന്റെ അടപ്പ് ഉപേക്ഷിക്കുന്നത് പോലെ പുതിയ ശീലങ്ങളുമായി പ്രണയം വന്നു. Love is messier and more complicated now. ആ പ്രണയം ഇപ്പോൾ കൂടുതൽ കുഴപ്പം പിടിച്ചതും സങ്കീർണവുമാണ്. The poem emphasizes that love is not perfect. പ്രണയം ഒരിക്കലും പൂർണ്ണമല്ലെന്ന് ഈ കവിത ഊന്നിപ്പറയുന്നു. Love uses smiley faces in texts and sometimes forgets to say you are beautiful when needed most. അത് ചിലപ്പോൾ സ്മൈലി ഫേസ് ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കുന്നു, ചിലപ്പോൾ അത്യാവശ്യമുള്ളപ്പോൾ നീ സുന്ദരിയാണ് അഥവാ നീ സുന്ദരനാണ് എന്ന് പറയാൻ അത് മറന്നു പോവുകയും ചെയ്യുന്നു. Love arrives and leaves when it is supposed to, often in unexpected ways. പലപ്പോഴും അപ്രതീക്ഷിതമായ വഴികളിലൂടെ പ്രണയം വന്നെത്തുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. The speakers encourage welcoming love when it arrives. വരുന്ന സമയത്ത് സ്നേഹത്തിനെ സ്വാഗതം ചെയ്യുവാൻ നമ്മുടെ യുവ കവികൾ ശ്രോതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. They also encourage letting it go when it leaves. ആ പ്രണയം പോകുമ്പോൾ അതിനെ ഉപേക്ഷിക്കാനും അവർ നമ്മളോട് ആവശ്യപ്പെടുന്നു. They remind us to appreciate love for what it is in the moment. ഈ നിമിഷത്തിൽ സ്നേഹത്തെ അഭിനന്ദിക്കാൻ അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. We should not hold on to expectations or regrets. പ്രതീക്ഷകളോ പശ്ചാത്താപങ്ങളോ ഒന്നും തന്നെ നാം ആ സമയത്ത് മുറുകെ പിടിക്കരുത്.
The poem ends with a message to thank love for stopping by, even if it doesn't stay. കൂടുതൽ നേരം നമ്മോടൊപ്പം നിന്നില്ലെങ്കിലും അല്പനേരമെങ്കിലും നമ്മോടൊപ്പം ചെലവഴിച്ച പ്രണയത്തിന് നന്ദി എന്ന സന്ദേശത്തോടെയാണ് കവിത അവസാനിക്കുന്നത്. The spoken word poem When Love Arrives by Sarah Kay and Phil Kay is significant because it challenges idealized notions of love. സാറ കെയുടെയും ഫിൽ കെയുടെയും വെൻ ലവ് അറൈവ്സ് എന്ന സ്പോക്കൺ വേർഡ് പോം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം അത് പ്രണയത്തിന്റെ ആദർശപരമായ താത്വികമായ സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇറ്റ് ഷോസ് ദാറ്റ് ലവ് ഈസ് നോട്ട് ഓൾവേസ് പെർഫെക്റ്റ് ഓർ പ്രെഡിക്റ്റബിൾ. സ്നേഹം എല്ലായ്പ്പോഴും എല്ലാം തികഞ്ഞതോ പ്രവചിക്കാൻ കഴിയുന്നതോ അല്ലെന്ന് ഇത് കാണിക്കുന്നു. Instead, love can be messy, complicated and surprising. അതിനു പകരം പ്രണയം കുഴപ്പങ്ങൾ നിറഞ്ഞതും സങ്കീർണവും അതിശയകരവുമായിരിക്കാം. The poem encourages us to embrace love's imperfections and appreciate it for what it is in the moment. പ്രണയത്തിന്റെ അപൂർണതകളെ ഉൾക്കൊള്ളാനും ഈ നിമിഷത്തിൽ അത് എന്താണെന്നുള്ളതിനെ അഭിനന്ദിക്കാനും കവിത നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇറ്റ് ടീച്ചസ് അസ് ടു ബി ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് അബൌട്ട് അവർ എക്സ്പീരിയൻസസ് വിത്ത് ലവ് ആൻഡ് ടു ലെറ്റ് ഗോ ഓഫ് റിജിഡ് എക്സ്പെക്ടേഷൻസ്. സ്നേഹത്തോടുള്ള പ്രണയത്തോടുള്ള നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ച് തുറന്നതും സത്യസന്ധതയുള്ളവരായിരിക്കാനും കർക്കശമായ പ്രതീക്ഷകൾ ഉപേക്ഷിക്കാനും ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നു. This message is important because it shows that love's real value is in helping us grow and connect, even if it isn't what we expected. ഈ സന്ദേശം വളരെ പ്രധാനമാണ്. കാരണം നമ്മെ വളരാനും പരസ്പരം ബന്ധിപ്പിക്കാനും സഹായിക്കുകയാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ മൂല്യം എന്ന് ഈ കവിത കാണിക്കുന്നു. അത് നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ലെങ്കിൽ കൂടി. Well, friends, thank you for watching this video. I'll see you soon with another video. Until then, bye-bye.